this moment. No one can tell where we should go. Oh, it's coming. Hello my dears, hi. Okay, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ആര്യൻകുട്ടൻ്റെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂമിൽ തന്നെയാണ് ആര്യൻകുട്ടൻ്റെ വാർഡ്രോബും ഉള്ളത്. അമ്മേനെ ഹെൽപ്പ് ചെയ്യോ? നമുക്ക് എന്നാ തുടങ്ങാം, വാർഡ്രോബ് ക്ലീൻ ചെയ്യാം. ആര്യൻകുട്ടൻ്റെ വാർഡ്രോബ് ആകെ മെസ്സിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിനകത്തുള്ള തുണികളൊക്കെ നമുക്ക് വാരി പുറത്തേക്ക് ഇട്ടേക്കാം. പിന്നെ ഞാൻ കുറേ ഓർഗനൈസേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതെല്ലാം വെച്ച് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഗൈസ്. ആരെങ്കിലും കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാത്ത ചെറുതായി പോയ ഷർട്ടും ബനിയനൊക്കെ ഞാനിത് ഈ കൂട്ടത്തിൽ നിന്നൊന്ന് മാറ്റിയിടുകയാണ്. അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യാത്ത ചെറുതായിട്ടുള്ള ടീഷർട്ടൊക്കെ ഇതിൽ നിന്ന് മാറ്റി വെച്ച് ബാക്കി നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വെക്കാണ്. ഇതൊക്കെ എൻ്റെ ലിപ്സ്റ്റിക് ആണ്, പാവ എൻ്റെ കുഞ്ഞ്. അങ്ങനെ ആ ഒരു സോർട്ടിങ് പരിപാടി കഴിഞ്ഞു. ഹാങ് ചെയ്ത് വെച്ചാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ചെറുതായ ഡ്രസ്സൊക്കെ നമ്മൾ സാധാരണ ആർക്കെങ്കിലും കൊടുക്കാണ് കേട്ടോ ചെയ്യാറ്. ക്ലോത്ത്സ് എടുത്ത് വെക്കാനുള്ള ഓർഗനൈസേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതിലേക്ക് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇതൊക്കെ ആര്യൻകുട്ടൻ പുറത്തു പോകുമ്പോൾ ഇടുന്ന പാൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിൽ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുമ്പം നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാനും എളുപ്പമുണ്ടല്ലോ. അയ്യോ, അത്യാവശ്യം നല്ലോണം ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ക്ലീനിങ് ഒക്കെ ഇത്തിരി വെള്ളം കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചു. ഈ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള നിങ്ങൾ അമ്മമാർക്കും അമ്മയാകാൻ പോകുന്നവർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയാവുക, ഒരു കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു മാജിക്കൽ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സന്തോഷത്തിന്റെയും എക്സൈറ്റ്മെന്റിന്റെയും കൂടെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൈഡ് കൂടെ ഉണ്ട്. മെറ്റേണിറ്റി കെയറിന്റെ ചെലവ്, ഹോസ്പിറ്റൽ ബിൽ, ഡോക്ടർ വിസിറ്റ്, മെഡിക്കേഷൻസ്, കൂടാതെ ബാക്കി ചെലവുകൾ, എല്ലാ എക്സ്പെൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളത്. മെറ്റേണിറ്റി കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് പക്ഷേ ഇത് അത്ര എഫക്റ്റ് ആവില്ല. പക്ഷേ നോർമൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും 1-2 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും മെറ്റേണിറ്റി കവറേജിന്. ചിലപ്പോഴൊക്കെ അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ഒക്കെ വരുമ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോവുക, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരു ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാലേ 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യാം. മാത്രമല്ല 3 months വരെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാൻ ഒക്കെ ഫിക്സഡ് ആയി 50,000 രൂപ വരെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഒക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഇവർ ഹോം വിസിറ്റ്, ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ, 30 minutes ക്ലെയിം സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോട്ടോ. ഓക്കെ, ഇനഫ് റെസ്റ്റ്, ബാക്ക് ടു വർക്ക്. ഇനി നമ്മൾക്ക് ആര്യൻകുട്ടൻ്റെ പുറത്തേക്ക് പോകുമ്പോഴുന്ന ട്രൗസേഴ്സ് ഉണ്ട്, അതാണ് മടക്കി മടക്കി വെക്കേണ്ടത്. അതെല്ലാം കൂടെ നന്നായിട്ട് മടക്കിയിട്ട് ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് എടുത്തു വെക്കാം. ഞാനിവിടെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻകുട്ടൻ നൈസായിട്ട് കളർ പെൻസിൽ എടുത്തിട്ട് എൻ്റെ വൈറ്റ് ബാസ്ക്കറ്റിൻ്റെ അകത്തൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വൈപ്സ് എടുത്തിട്ട് ഒന്ന് മായ്ക്കണം, കാരണം ക്ലോത്ത്സ് വെക്കാനുള്ളതല്ലേ. അപ്പം ഞാൻ പിണങ്ങിന്ന് കണ്ടപ്പം വന്നിട്ട് നൈസായിട്ട് എനിക്ക് വീശി തരുന്നൊക്കെ ഉണ്ട്, പാവം. ആര്യൻകുട്ടൻ്റെ ഈ ഷർട്ടൊക്കെ കണ്ടോ, ജസ്റ്റ് നിങ്ങൾക്കും ഇവൻ്റെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് കുറച്ച് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് എഴുതി പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ R&B ആണ് കേട്ടോ.
അഫോർഡബിൾ ആണ്, എന്നാൽ നല്ല ക്വാളിറ്റിയാണ്. കുറച്ച് ലൂസ് ഫിറ്റ് സാധനമാകുമ്പം അതേപോലെ നന്നായിട്ട് കിടക്കുകയും ചെയ്യും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ബ്ലാക്ക് പാൻസും നല്ല അടിപൊളിയായിരിക്കും. ഇനി നമ്മൾക്ക് ആര്യൻകുട്ടിൻ്റെ കുറച്ച് കോഡ് സെറ്റുകൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിൽ പുറത്ത് പോകുമ്പോൾ ഇടുന്നതുണ്ട്, കളിക്കാൻ പോകുമ്പോൾ ഇടുന്നതുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ ബാസ്ക്കറ്റിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. സോ ദാറ്റ് ഈവനിങ് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. പുറത്ത് പോകുമ്പോഴും നോക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ വേറെ വേറെ ഓരോ ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. ഇനി ഞാൻ ആര്യൻകുട്ടനെ കുറച്ച് പഴയ ക്ലോത്ത്സ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ആർക്കെങ്കിലും കൊടുക്കും സാധാരണയായിട്ട്. പക്ഷേ അവൻ്റെ വാർഡ്രോബ് എന്നുണ്ടല്ലോ, അവൻ്റെ ആ കുഞ്ഞു ഉടുപ്പുകൾ കയ്യിലെടുക്കുമ്പം മനസ്സിനൊരു വിഷമം. പിള്ളേരെത്ര പെട്ടെന്നാണ് ഇങ്ങനെ വളർന്ന് വലുതാവുന്നത് എന്ന്. ആര്യൻകുട്ടൻ്റെ ഈ ചെറിയ ചെറിയ ഉടുപ്പുകളൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലുണ്ട്. ഇതൊക്കെ എടുത്ത് അലമാരിയിൽ നിന്ന് മാറ്റി വെക്കാനും ഭയങ്കര സങ്കടമാണ് എനിക്ക്. എൻ്റെ അമ്പോ, ഇത് നോക്ക് നിങ്ങൾ, ഇത് അവന് ഫുൾ പാൻ്റ് ആയിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ നോക്ക്, അയ്യോ ഇപ്പോൾ ടൂ സ്മോളായി എൻ്റെ ആര്യൻകുട്ടന്. എൻ്റെ അപ്പോ ആര്യൻകുട്ടന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഭയങ്കര രസമായിരുന്നു. കഴിഞ്ഞ ഓണത്തിനൊക്കെ അവനിത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല ഷർട്ടാട്ടോ ഇതും. അങ്ങനെ ആര്യൻകുട്ടൻ്റെ ക്ലോത്ത്സ് ഒക്കെ മനസ്സോടെ വാർഡ്രോബിൽ നിന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ ഞാൻ വിചാരിച്ചു അവനെയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അവൻ കുറേ നേരമായിട്ട് ഒറ്റയ്ക്ക് കളിക്കുകയാണ്, ബോറടിക്കുന്നുണ്ടാവും കുഞ്ഞിന്. ഞാനിവിടെ ജോലി ചെയ്യാണല്ലോ. സോ ഞാൻ അവനെ വിളിച്ചിട്ട് നമുക്ക് കീപ്പ് ഓർ ത്രോ ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ചു. സോ കുഞ്ഞു ക്ലോത്ത്സ് ഒക്കെ അവനോട് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നല്ലതൊക്കെ കീപ്പ് ചെയ്യാനും. അതായിരുന്നു കീപ്പ് ഓർ ത്രോ ഗെയിം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കീപ്പ് ഓർ ത്രോ? അതെന്താ നമ്മൾ ത്രോ ചെയ്യുന്നറിയോ? വൈ? അത് ടൂ സ്മോൾ ആയിട്ട് ആര്യൻകുട്ടിന് ഫിറ്റ് ആവാത്തോണ്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അത് നമുക്ക് വേറെ ആർക്കും കൊടുക്കാം കേട്ടോ. അങ്ങനെ പറയരുത്. അത് കീപ്പ് ഓർ ത്രോ. ഡ്രസ് പോലും നോക്കുന്നില്ല, നോക്കടാ, നോക്കിട്ട് പറ. ഈ ഡൈനോനെ കീപ്പ് ഓർ ത്രോ? നോ ത്രോ. അത് കേട്ടോ നിങ്ങളെ? അങ്ങനെ ആ ഗെയിമിലൂടെ ഫണ്ണായിട്ട് ഞങ്ങൾ ആ പണി അങ്ങ് തീർത്തു. കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് ഈ ഒരു പ്ലാസ്റ്റിക് സ്റ്റോറേജിലുള്ള ആര്യൻകുട്ടൻ്റെ വീട്ടിലിടുന്ന കുട്ടി കുട്ടി ട്രൗസേഴ്സും ടീഷർട്ട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിലും കുറച്ച് ചെറുതായതും പഴയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി എല്ലാം കൂടെ ഒന്ന് വൃത്തിയായിട്ട് മടക്കി വെച്ചു. ഇതും കൂടി ഇന്ന് ആര്യൻകുട്ടൻ്റെ മൂന്നാമത്തെ ടീഷർട്ടാണിത്. അവന് സ്പൈഡർമാൻ ടീഷർട്ട് ഇടുന്ന ഒരേ വാശി. ആര്യൻകുട്ടൻ അത് എപ്പോഴാണ് അമ്മ മേടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ലാസ്റ്റ് ടൈം ഓസ്ട്രേലിയ പോയ സമയത്ത്, ലാസ്റ്റ് ഇയർ ഈ ഒരു സമയത്തായിരുന്നു. അവിടെ ഹാലോവിൻ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആര്യൻകുട്ടൻ ഇടാൻ ഔട്ട്ഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പോയിട്ട് ഒരു സ്പൈഡർമാൻ ടീഷർട്ട് എടുത്തു, വളരെ ചീപ്പായിട്ട്. കാരണം ഹാലോവിൻ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് വെറുതെ കാശ് കളഞ്ഞ് പിന്നെ ഇടുവൊന്നുമില്ല. അപ്പം ഇതാകുമ്പോൾ അവൻ എപ്പോഴും ഇടുന്നു എനിക്കറിയാം. പേരിന് സ്പൈഡർമാനും ആയി. അപ്പോൾ ഇത് ഭയങ്കര ലൂസായിരുന്നു, അവൻ്റെ സൈസിന് എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും അത് പാവൻ്റെ കുഞ്ഞത് കുറേ ഇട്ടു. ഓ ആ ഈ ഒരു അലമാരിയുടെ ഏറ്റവും മുകളിലാണ് ആര്യൻകുട്ടൻ്റെ സ്കൂൾ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ അവൻ്റെ ബാഗ്, കിറ്റ്, ചെറിയ ചെറിയ പുസ്തകങ്ങൾ, സ്റ്റേഷനറീസ്, അതെല്ലാം കൂടെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജന്മാഷ്ടമിക്ക് സ്കൂളിൽ നിന്ന് ആര്യൻകുട്ടനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് രാഖി അവൻ കണ്ടു. അപ്പം തന്നെ അവനത് ഞാൻ കയ്യിൽ കെട്ടി കൊടുക്കണം. നീ എൻ്റെ രാഖി ബ്രദർ അല്ലല്ലോ. This moment, it's time to tell where we should go.
ഇനിയാണ് എൻ്റെ മെയിൻ പണി. ആവശ്യമില്ലാത്ത എന്ത് സാധനം കിട്ടിയാലും ഞാൻ ഇവിടെ ഇങ്ങനെ തിരികെ വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ആവശ്യമില്ലാത്തൊക്കെ മാറ്റി ഇതൊന്നും എനിക്ക് ക്ലീൻ ചെയ്ത് വെക്കണം. കണ്ടാൽ ചെറിയ പണിയുള്ളതെന്ന് തോന്നും, എന്നാലുണ്ടല്ലോ ഫുൾ ഡേ ആയി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ പണി തുടങ്ങിയും പോയി ഇതങ്ങോട്ട് തീരുന്നുമില്ലല്ലോ എന്നാവുക. ഈ ബ്ലാക്ക് ബോക്സിൻ്റെ അകത്ത് ആര്യൻകുട്ടൻ്റെ കുറച്ച് വിൻഡോ വെയർ ഒക്കെയാണ് ട്രാവലിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതും ഒന്ന് പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കിയിട്ട് മടക്കി നമുക്ക് ബാസ്ക്കറ്റിലാക്കി വെക്കാം. this moment, it's time to tell where we should go. But how can I be sure? Can we change it? The truth about പിന്നെ ഈ ഒരു കുഞ്ഞു ബാസ്ക്കറ്റിൽ ആര്യൻകുട്ടൻ്റെ യൂണിഫോം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വലിയൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റിലേക്ക് ആര്യൻകുട്ടൻ്റെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള കട്ടിയുള്ള ഷോളുകൾ, ബ്ലാങ്കറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതൊക്കെ അവൻ്റെ സോക്സുകളാണ്. അത് ഈ ഒരു കുഞ്ഞു ബാസ്ക്കറ്റിലേക്ക് എടുക്കട്ടെ. ഇനി നമുക്ക് അവൻ്റെ ബാത്ത് ടവൽസ് ഇതുപോലെ ഭംഗിയായിട്ട് മടക്കി വെക്കാം. സോ ദാറ്റ് മോർണിംഗിൽ എനിക്കിത് ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി ഇവിടുന്ന്. ആൻഡ് ഏറ്റവും താഴത്തെ ഈ ഒരു സ്ഥലം ക്ലീൻ ചെയ്തിട്ട് ആര്യൻകുട്ടൻ്റെ കുറച്ച് യൂസ് ചെയ്യാത്ത ടോയ്സ് ഒക്കെ ഇതിനകത്ത് ഞാൻ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ശരി, സ്റ്റാർ വരാം കേട്ടോ. something to put belief in. As soon as we saw the ocean, we knew what we had become, defying our own emotions, pretending land was our home. ഇനി നമുക്കൊരു ക്ലീനിങ് സെഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് ഇവിടെ മെസ്സിയാണ്. കമോണ്ട്രാ, ഇനി ഇതൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം. That we were meant for something more, something beautiful, something beautiful. As soon as we saw the ocean. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ ക്ലീനിങ് കഴിഞ്ഞു. ആര്യൻകുട്ടൻ്റെ വാർഡ്രോബ് ഞാൻ ക്ലീൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, സോർട്ട് ചെയ്തു. വാവ്, ഇപ്പം നോക്ക്. ഓക്കെ, ടൂർ വേണോ? ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആര്യൻകുട്ടൻ എവറിഡേ യൂസ് ചെയ്യുന്ന ടീഷർട്സ് ആണ്. ഷർട്ട്സ് ഉണ്ട്, ടീഷർട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ പാൻസ് മാത്രം, ഇവിടെ ട്രൗസേഴ്സ്, ഇവിടെ കോട്ട് സെറ്റ്സ്, സ്കൂൾ ബാഗ്, ടിഫിൻ ബാഗ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒന്ന് നേരെ ഇവിടെ കയറ്റി വെച്ചാൽ മതി. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ആര്യൻകുട്ടൻ്റെ വിൻ്റർ വെയർ ആണ്. സ്വെറ്റ് ഷർട്ട്സ്, അതുപോലെ തന്നെ അതിൻ്റെ പാൻസ്, ഹുഡീസ് ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് കുറച്ച് ബിഗ് സൈസ് ആയിട്ട് ആര്യൻകുട്ടന് ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ക്ലോത്ത്സ് ആണ്. ഇവിടെ സ്കൂൾ ഐറ്റംസ് മാത്രമാണ്. അതായത് ആര്യൻകുട്ടൻ്റെ സ്കൂൾ യൂണിഫോം, സോക്സ്, സ്കൂളിൽ എടുക്കുന്ന ടവൽസ്, ഹാൻഡ് ടവൽസ്, വെഡ് വൈപ്സ് ഒക്കെ ഈ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്നിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തെങ്കിൽ മാത്രം മതി. ഷോളൊക്കെയാണ്, ട്രാവലിന് യൂസ് ചെയ്യുന്ന ഷോള്, അങ്ങനത്തെ ബ്ലാങ്കറ്റ് ഷോൾ പോലത്തെ സാധനങ്ങളൊക്കെ ഈ ബാക്ക് സൈഡിലുണ്ട്. ആൻഡ് ഇവിടെ ബാത്ത് ടവൽസ് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ വരുന്നത് അധികം യൂസ് ചെയ്യാത്ത ടോയ്സും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഞാൻ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു സമാധാനമാണ്. ഓ മൈ ഗോഷ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ആര്യൻകുട്ടൻ്റെ വലിയ ബിഗ് ജാക്കറ്റ്സ് ആണ്, ജമ്പർ ജാക്കറ്റ്സും, അതായത് ഹെവി വിന്റർ ടൈമിൽ ഇടുന്ന ജാക്കറ്റ്സ് ആണ്. പിന്നെ ഇവിടെ എന്താണെന്നറിയോ, ഇത് ഭയങ്കര സ്പെഷ്യലാണ്. ആര്യൻകുട്ടൻ കുഞ്ഞു ബേബി ഉണ്ടാകുമ്പോൾ തൊട്ട് യൂസ് ചെയ്ത ക്ലോത്ത്സ് ഞാനിത് ഇതിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ നിന്നോട്ടെ. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാനും ഭയങ്കര ടയർഡായി. ബിക്കോസ് ഹോൾ ഡേ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു എനിക്കും. ആര്യൻകുട്ടനും പാവം ഇന്ന് ഇവിടെ മൊത്തം സ്റ്റക്കായിപ്പോയി എൻ്റെ കൂടെ. കാരണം അവനൊറ്റയ്ക്ക് എനിക്ക് കളിക്കാൻ വിടാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനി വേഗം ഒന്ന് കളിക്കാൻ പോട്ടെ താഴത്തേക്ക്. കാരണം ആൾ നല്ലോണം മുഷിഞ്ഞു പാവം, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു.
അപ്പൊ നമുക്ക് പോവാല്ലേ താഴത്തേക്ക്. ബൈ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, ലോട്ട്സ് ഓഫ് ലവ്. പിന്നെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതുപോലെ 3 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാനുകൾ ഉൾപ്പെടെ അപ് ടു 25% ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. കുഞ്ഞുങ്ങളുടെ പഴയ ക്ലോത്ത്സും യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് ഒക്കെ റിസീവ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ അറിയെങ്കിൽ കൊച്ചിയിൽ തന്നെയാണെങ്കിൽ ഉപകാരം, താഴെ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യൂ പ്ലീസ്. ഞാൻ റീച്ച് ഔട്ട് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ലവ് യു, ബൈ.